ഈ പട്ടം പറത്തുന്ന കുട്ടികളുടെ പേരാണ് സപ്പു ആൻഡ് മൈക്കി. മൈക്കി 30-ാം വയസ്സിൽ, 30 മൈക്കി 29 ആയിട്ടില്ല. ഈ ഒരു പ്രായത്തിലാണ്, ചെറുപ്പത്തിലുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പട്ടം പറത്തണം എന്ന്. അങ്ങനെ കാനഡയിലെത്തി ഇന്നാണ് ഒരു പട്ടം പറത്താനുള്ള ആദ്യമായിട്ടുള്ള അവസരം കിട്ടിയത്. യു ഹാപ്പിയാണോ? മൈക്കി പട്ടം പറത്ത് നോക്കി നിൽക്കുന്നു. കുട്ടി പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നു. ആ പട്ടം പറത്തി കളിക്കുന്ന കുട്ടിയാണ്. മൈക്കി പട്ടം താഴത്തോടല്ല, മോൾ കൂടെ. മൈക്കി ആകാശത്തോടെ പറത്തണം. എന്റെ പൊന്നു, എന്റെ സാമ്പ്രോ, ഇത് വാട്ടർ ഗേൾ. ഐ നോ. ഹൗ ഡു യു ഡു സപ്പു? നമ്മൾ 2 വണ്ടിയുണ്ട്. അത്യാവശ്യം ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഈ വണ്ടിയിലുള്ളത്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. തൊട്ട ബാക്കിൽ ലേക്കാണ്. സപ്പു, ആർ യു എക്സൈറ്റഡ്? വൈ? അങ്ങനെ പറയരുത്. എന്താ നിന്റെ പ്രശ്നം? നിനക്ക് ഐപാഡ് കിട്ടാത്തോണ്ടാണോ പ്രശ്നം? യു ആർ വെരി എക്സൈറ്റഡ്? ഹൈക്കിനോ? ഇവിടെ ഹൈക്ക് ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് പീസ്ഫുൾ ആയിട്ട് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ഒരു സൺസെറ്റ് വൈബൊക്കെ അടിച്ച് ഫുഡൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. താങ്ക് യു. മധുരമുണ്ടോ? സ്വീറ്റ്? ഇനി അടുത്ത ഫുഡ് എന്താ? ചേച്ചി ഞാൻ പോണു, ഞാനിതാ പോണു. ഇപ്പൊ തന്നെ പോയേനെ ചേച്ചി. ക്യാമറ ആക്ഷൻ. അയ്യോ, സപ്പു പാസ്. Let's go. ഞങ്ങൾ നടന്ന് വന്ന് നല്ലൊരു സ്പോട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ആരും വന്നിട്ടില്ല. ഫയർ പിറ്റും ഉണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ പ്രധാന പ്രശ്നം ഒന്നല്ല മൈക്കി, നമ്മൾ 1-നും 2-നൊക്കെ എവിടെ പോകും? പണ്ടത്തെ ആൾക്കാർ ടോയ്ലറ്റൊക്കെ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. സോറി, ഒറ്റയ്ക്ക് ഇരുന്ന് വൈബടിക്കുകയാണോ? പക്ഷെ നല്ല ഫ്രെയിം കേട്ടോ, നൈസ് ഫ്രെയിം. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വെയിലത്ത്? എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓ, പാട്ടും കേട്ടിരിക്കുകയാണോ? നല്ല പീസ്ഫുൾ BGMഉം. ഓ മാൻ, ഇതാണോ പീസ് എന്ന് പറയുന്നത്? പീസ് തെറാപ്പി. കാനഡയിൽ നല്ല അന്തസ്സായിട്ട് വെടിപ്പോടെ വെളിക്കിരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ എന്നുള്ളത്. ഇന്നത്തെ വ്ളോഗ് അവിടെയാണ്. നമ്മൾ ക്യാമ്പിങ് ചെയ്യാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറിയിട്ട് ഉള്ളൊരു സ്ഥലമാണ് സ്റ്റാൻഡേർഡ് എന്നുള്ള സിറ്റി. നമ്മൾ ഫയർ പിറ്റിനുള്ള നമുക്ക് മരക്കഷ്ണം ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടുത്തെ സിറ്റി സാമ്പ്രോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഹൗസ് ഓഫ് വാക്സ് എന്നുള്ള സിനിമയിൽ ഇതേപോലെ ഒരുത്തനുണ്ട് ക്യാമറ കൊണ്ട് നടക്കുന്നത്. ഒരുത്തൻ ക്യാമറ കൊണ്ട് നടക്കും, അവൻ്റെ ക്യാമറ മിസ്സാവും. ഇതേപോലത്തെ ഒരു സ്ഥലം ഒരു മനുഷ്യനും കാണുന്നില്ല ഈ ഒരു ടൗണിൽ. സ്റ്റാൻഡേർഡ് ടൗണിൽ ഒരു ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. എന്റെ മോനെ, ആ പള്ളിയുണ്ട്, പള്ളിയിൽ ഒരാളുണ്ട്, പക്ഷെ വേറെ എവിടെ ആൾക്കാരില്ല. ഹൗസ് ഓഫ് വാക്സിൽ അവര് ഒരു ടൗണിൽ ഒരു മിസ്റ്റർ ഗോസ്റ്റ് ടൗൺ, അവിടെ ആരുമില്ല. കംപ്ലീറ്റ്ലി എന്താ പറയാ, ഒരു ഹോണ്ടഡ് പോലെ ടൗൺ. ഒരു പള്ളിയിൽ മാത്രം ഭയങ്കര ആള്. എന്നിട്ട് ഇവൻ നടന്നു പോയൊന്നുണ്ടല്ലോ, പള്ളിയിൽ പോയിട്ട് പള്ളിയിലെ ഡോർ തുറക്കുമ്പോ അകത്ത് ഫുള്ള് ആൾക്കാർ ഇരിപ്പുണ്ട്, പക്ഷെ ആരും അനങ്ങുന്നില്ല. എല്ലാവരും വാക്സ് ആയിരുന്നു. എന്റെ മോനെ, ഇവിടെ മാത്രമേ ആൾക്കാരുള്ളൂ. പക്ഷെ വണ്ടിയുണ്ട്, എല്ലായിടത്തും വണ്ടിയുണ്ട്, പക്ഷെ ആൾക്കാരില്ല. കമ്മ്യൂണിറ്റി ഹാളാ, അതിനകത്ത് എന്തോ പരിപാടി ഉണ്ട്. വല്ലാത്തൊരു സ്ഥലമല്ലേ. നമ്മളിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റ് ആയില്ലേ ഇതിൽ കൂടെ കറങ്ങുന്നത്. ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. ആ പള്ളിയിൽ ചർച്ചിൽ മാത്രം കണ്ടല്ലാണ്ട് വേറെ എവിടെയും ആൾക്കാരെ കാണുന്നില്ല. നെയ്ബർഹുഡ് ഗ്രിൽ ആൻഡ് ബാർ. അപ്പൊ സ്റ്റാൻഡേർഡ് ടൗണിലെ പബ്ബാണ് ദേണ്ട് ഈ കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. It is 104 years old. 110 years old. Shoot. Look at this. Established in 1914. 1914. Scene മോനെ.
കത്തിക്കാനായിട്ട് മരക്കഷ്ണം വാങ്ങാൻ വന്നിട്ട് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാണ്ട് തിരിച്ചു പോവാണ്. ഓക്കെ, നൈസ്. നമ്മളപ്പം ഫസ്റ്റ് നിന്ന സ്ഥലത്തു നിന്നും മാറിയിട്ട് പുതിയൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ ചെറിയൊരു വാക്കിന് പോയ സമയത്ത് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടു. അപ്പോൾ നമ്മൾ വണ്ടി അവിടേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇയാൾ കുറച്ച് നേരമായിട്ട് കാണാനില്ലായിരുന്നു. ഞാൻ നിങ്ങളെ കാണാതെ പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അയാളോട് വിറക് ചോദിക്കാൻ പോയതാ. വിറക് കിട്ടിയിട്ട് ഇല്ല, അയാൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി പോലും ഇല്ല. അയാളോട് ഞാൻ ചോദിച്ചു വിച്ച് ലാംഗ്വേജ്, ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിലല്ലേ പയർ എന്ന് പറയുന്നത്. അന്നേരം അയാൾ പറഞ്ഞു ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയാം. ഇതിന് പള്ളിയിലെ ഇത് അപ്പോ നൈസ് ഫോട്ടോ. സൺസെറ്റ് ഏകദേശം ആവാറായി. നമ്മളിതാ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ ഫുഡെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കൊതുകുകൾ നിങ്ങൾ റോഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കൊതുകിനെ കൊല്ലുന്നു. അയ്യോ എൻ്റെ മോനെ, നിങ്ങൾ ചുറ്റും കൊതുക് കേട്ടോ. ഈ ക്യാമറ കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ചുറ്റും കൊതുക്. എൻ്റെ മോനെ, ഇയാളെ ഞാൻ പോണേ, ഇയാളെ മിക്കവാറും ഞാൻ കൊല്ലും രാവിലെ ആകുമ്പോഴത്തേനും. കണ്ടോ, എക്സ്പ്രഷൻ ഇല്ലാണ്ട് നാരങ്ങ തിന്ന് കൊടുക്കുന്നു. ഓ മാൻ, ചെങ്ങാനിയെ വീണ്ടും കൊല്ലും. ഇയാളെ മിക്കവാറും കൊല്ലും. നൈസ് ഷോട്ട്. സൺസെറ്റ്, ലേക്ക്, ടെന്റ്, മുട്ട പൊരിച്ചത്. നല്ല കൊതുകുണ്ട്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഷൂട്ട്, അല്ല ഞാനാണോ? എന്താ സാബ്രോ, ആ ഡ്രോൺ അനുസരണല്ലേ? ബാറ്ററിലാണോ? ഓക്കെ, എണീറ്റോ? ഓക്കെ, എണീറ്റ്. ഭയങ്കര ക്ഷീണം, നേരം വെളുത്തതിൻ്റെ ഒരു സങ്കടം. Wow, cool. Oh my god. ഇവിടെ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ അവിടുന്ന് മൂത്രിക്കാൻ പോലും സ്ഥലമില്ലാന്ന്. എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലല്ലോ കുട്ടികൾ. ഒറ്റയ്ക്ക് ഇരുന്ന് വൈബടിക്കുന്ന വൈബേഷ്. കൊതുകിന്റെ കൂടെ വൈബടിക്കുന്നതാണോ? ഓ നല്ല സീൻ മോനെ. എന്ത് നീ എന്താ പറഞ്ഞേ? അവിടെ എന്താ പറഞ്ഞോട് പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? അവിടെ ഓ സീൻ. ഓ മാൻ, ഓ നൈസ്. കൊതുകിനെ അടിച്ചു കൊല്ല അവള്. കൊതുകിനെ കാലോണ്ട് അടിച്ചു കൊല്ല. ആ കൊതുകിന് കാറ്റ് കിട്ടുന്നുണ്ടോ? കൊതുകിനെ നൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇവിടെ രാവിലെ ഒരു 5 മണിയൊക്കെ ആയി. ഞാൻ ഒരുപാട് ക്യാമ്പിങ്ങിനൊന്നും പോയിട്ടില്ല, ബട്ട് ദിസ് പ്ലേസ് ഇസ് റിയലി നൈസ്. കാലത്ത് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? പല്ല് തേക്കുകയാണോ? ബ്രഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? എന്താണ് ഇങ്ങനെയൊക്കെയാണോ? മറന്നുപോയോ? ഒറ്റടിച്ചു. ഇന്ന് സോസേജും ബ്രെഡും മുട്ട പൊരിച്ചതും. വാട്ട് ഈസ് യുവർ ബിക്കോസ്? തണുത്തിട്ടാണോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? ഓക്കെ, നിങ്ങൾ രാവിലെ തന്നെ ഓണായോ? നമ്മൾ പോവുകയാണ്. നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ പൂക്കളും പുഴകളും